And there's a place that I've dreamed of, where I can free my mind. I hear the sounds of the season. Hey, hello, welcome back to yet another video. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ എടുക്കണേ. എൻ്റെ അനിയൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് വരും എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരു എങ്ങോട്ടെങ്കിലും ഒരു ട്രാവൽ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചിട്ടത് മൂന്നാർ അല്ലെങ്കിൽ കൊടൈക്കനാലൊക്കെ ആയിരുന്നു. പിന്നെ അത് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ അതല്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് കറങ്ങി തിരിഞ്ഞ അവസാനം വയനാടല്ലെങ്കിൽ ഊട്ടിയിലേക്ക് എത്തി നിൽക്കും. ഊട്ടി എനിക്ക് അത്രയ്ക്ക് വലിയ താല്പര്യമില്ലെങ്കിലും പിന്നെ ഊട്ടിയിലേക്ക് പോകണ ഈ ഒരു ഫോറസ്റ്റ് റൂട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു മുത്തങ്ങ ഫോറസ്റ്റ് ബന്ദിപൂരൊക്കെ കയറി പോണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളെല്ലാവരും രാവിലെ തന്നെ റെഡി ആയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. എന്നാലും നമ്മൾ മുത്തങ്ങ ഫോറസ്റ്റ് കയറുന്നതിന് മുൻപായിട്ട് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, എല്ലും കപ്പയും കിട്ടുന്ന ഒരു ഷോപ്പായിരുന്നു. അപ്പം നമ്മൾ അവിടേക്ക് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ ആ ഷോപ്പ് ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്തുള്ള വേറൊരു ഷോപ്പിൽ കയറിയിട്ട് വീണ്ടും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പോയത്. അങ്ങനെ മുത്തങ്ങ ഫോറസ്റ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യാണ്. അത് കുറച്ച് ദൂരത്തേക്ക് നമുക്ക് അനിമൽസിനൊന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിങ്ങനെ കുറേ ആകാംക്ഷയായിട്ട് ഇങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും ഒരെണ്ണത്തിന് ഒരു ആനേനെങ്കിലും കാണുമെന്നുള്ളത്. അപ്പം നോക്കിയപ്പം നമുക്ക് ഭയങ്കര ഭാഗ്യമുണ്ടായിരുന്നു. കാരണം 3 വലിയ ആനകളും പിന്നെ ഒരു 2 ചെറിയ ആനക്കുട്ടികളിട്ട് ഭയങ്കര ക്യൂട്ടായിട്ട് കാണാനിങ്ങനെ. പല കുട്ടികളെയും കണ്ടിട്ടുണ്ടെങ്കിലും ഒരു ആനക്കുട്ടീനെ ഞാൻ ആദ്യമായിട്ടായിരുന്നു കാണുന്നത്. നമ്മളങ്ങനെ മുത്തങ്ങ ഫോറസ്റ്റ് ഇറങ്ങി. അത് കഴിഞ്ഞ് പിന്നെ ബന്ദിപ്പൂർ മുതുമല ടൈഗർ റിസർവും അതും കടന്നതിന് ശേഷം പിന്നെ ഊട്ടി ഏകദേശം എത്താറാവുമ്പോൾ ഈ യൂക്കാലിപ്സ് മരങ്ങളൊക്കെ കാണാം. അവിടെ നിന്ന് ഒരു ചോളം കുറച്ച് മാങ്ങയൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിലേക്കാണ് കേട്ടോ പോയത്. പിന്നെ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫാമിലിക്ക് പറ്റിയൊരു സ്റ്റേ ആണ് കേട്ടോ. കാരണം ഒരു ഹാൾ, ഡൈനിങ് ഹാൾ, കിച്ചൺ, ബെഡ്റൂം, ബാത്റൂം അങ്ങനെയാണ് കേട്ടോ വരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ പോയി ഒന്ന് ഫ്രഷപ്പ് ആയതിന് ശേഷം പിന്നെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോൾ നമ്മൾ ആ ഒരു ഊട്ടി ടൗണിലേക്ക് ഒന്ന് ഇറങ്ങി കേട്ടോ. ഊട്ടിയിലെ ഫേമസ് കഫേസിൽ ഒന്നാണ് കേട്ടോ മോഡീസ് കഫേ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഡെസേർട്ട്സ് ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ യൂഷ്വൽ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി 1-2 സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി. ഡിന്നറിനുള്ള വിശപ്പില്ലാത്തതുകൊണ്ട് നമ്മളിതാ ഫുഡ് പാർസൽ എടുത്തു. പിന്നെ ആരോ ഇട്ടൊരു തീയുടെ ബാക്കിയൊക്കെ പോയി കൊണ്ടതിന് ശേഷം പോയി കിടന്ന് ഉറങ്ങി. നമ്മളിതാ പിറ്റേ ദിവസം രാവിലെ എണീറ്റു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നമ്മൾ ഇവിടെ അടുത്തൊരു അക്കാടെ കടയ്ക്കാണ് കേട്ടോ വന്നത്. അപ്പോൾ ഇവർ കഴിഞ്ഞ തവണ വന്നിട്ട് ഇഷ്ടപ്പെട്ടൊരു ഫുഡ് ഉണ്ടെന്ന് വെച്ച് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇവരുടെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര മോശമാണ് കേട്ടോ. ഫുഡ് കുഴപ്പമില്ലായിരുന്നു. പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് KT ടണലിൻ്റെ അവിടേക്കാണ് കേട്ടോ പോയത്. KT ടണലിൻ്റെ അവിടെ നല്ല ഭംഗിയാണ് കേട്ടോ സ്ഥലം കാണാനായിട്ട്. അവിടെ നമ്മൾ മെയിനായിട്ട് പോയത് ഈ ഒരു ട്രെയിൻ വരുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. ഏതൊക്കെയോ കുറച്ച് മൂവീസിലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു സ്ഥലം. എനിക്ക് തോന്നുന്നു ദിൽസേ മൂവീസിലൊക്കെ ഉണ്ട്. അപ്പം നമ്മളൊരു അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്തിട്ട് ഈ ഒരു വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആ ടണലിൻ്റെ ഉള്ളിൽ കൂടെ ഈ ഒരു ട്രെയിൻ വരുന്ന വ്യൂ ഫുള്ള് ഇങ്ങനെ ഒരു പച്ചപ്പ്, ബാക്കിലേറ്റ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ട്രെയിൻ വരുന്ന ഒരു വ്യൂ ആണ് ഇത്. KT റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കൂനൂർ, ഊട്ടി ഭാഗത്തേക്കൊക്കെ പോകണതാണെന്നുണ്ട്, കറക്റ്റ് എനിക്കറിയില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ അടുത്ത സ്ഥലം കാണാൻ വേണ്ടി പോകുന്ന വഴിക്ക് ഈ പൂക്കൾ കണ്ടപ്പോൾ കുറച്ച് വീഡിയോസ് എടുക്കാൻ ചാടി ഇറങ്ങിയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇതേപോലെയുള്ള ചെമ്മരിയാടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് പോകാൻ നേരത്താണ് മനസ്സിലായത് അതൊരു സെമിത്തേരി ആയിരുന്നു. അപ്പോൾ നമ്മൾ അടുത്തത് പോണത് അവലാഞ്ചി എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. ഊട്ടി ടൗണിൽ നിന്ന് ഏകദേശം 1.5 മണിക്കൂറുണ്ട് കേട്ടോ അവിടേക്ക്. വരുന്ന വഴി ഇതുപോലെ 2 സൈഡിൽ കാടൊക്കെ ആയിട്ടാണ്. ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഒരു സമയം കഴിഞ്ഞ് പോകുമ്പോൾ കുറച്ച് പേടിയൊക്കെ തോന്നും. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ എത്തണത് ഇങ്ങോട്ടേക്കാണ്. ഇതിൻ്റെ ബാക്കിലായിട്ടാണ് കേട്ടോ പാർക്കിംഗ് ഉള്ളത്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ക്യാഷ് ആയിട്ട് എടുക്കാൻ നോക്കുക. ഗൂഗിൾ പേ ഇവിടുത്തെ ചെക്ക് പോസ്റ്റിലൊന്നും അക്സെപ്റ്റബിൾ അല്ല കേട്ടോ. പിന്നെ ഇവിടെ ഫുഡ് ഐറ്റംസ് എന്ന് പറയാനായിട്ട് 1-2 ചെറിയ കടകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ നിന്ന് ആവശ്യത്തിനുള്ള വെള്ളം, അങ്ങനെ എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് സ്നാക്സോ അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഈ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ പോയത്. ഇത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. നമ്മൾ പോയത് സമ്മർ ടൈം, എനിക്ക് തോന്നുന്നു ഏപ്രിൽ ലാസ്റ്റൊക്കെ ആയിരുന്നു നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു റെയിനി സീസണൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ഭംഗിയായിരിക്കും. കാരണം ഈ കാണുന്ന സ്ഥലമൊക്കെ ഫുള്ള് വെള്ളമായിരിക്കും, വെള്ളം കുറച്ചുകൂടി നിറയും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ലേക്ക് ഉള്ളത്, അവലാഞ്ചി ലേക്കിൽ ആ ഒരു സമയത്ത് വാട്ടർ ഫ്ലോ കുറവായിരുന്നു എന്നാണ് അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ടില്ല.
പിന്നെ കുറച്ച് ടൗണിൽ നിന്ന് മാറിയതുകൊണ്ട് തന്നെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ. അപ്പം നമ്മളതൊക്കെ ഏകദേശം കണ്ടു കഴിഞ്ഞൊരു വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഊട്ടിയിൽ നിന്ന് തന്നെ നല്ലൊരു ലഞ്ച് സ്പോട്ടാണ് കേട്ടോ അത്. ഇവിടുത്തെ ബെസ്റ്റ് ബിരിയാണി എന്നൊക്കെയാണ് ഇവർ പറഞ്ഞേക്കണേ. ബെസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആയിട്ടോ നമ്മൾ ലഞ്ചൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ. അപ്പോഴേക്കും നമുക്ക് തിരിച്ചു പോകാൻ ഏകദേശം ടൈം ആയിട്ടുണ്ടായിരുന്നു. കാരണം ആ ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് വയനാട് ചുരം ഇറങ്ങിയിട്ട് ഏകദേശം ഒരു രാത്രിയൊക്കെ ആകുമ്പോഴത്തേനും കോഴിക്കോടേക്ക് എത്താൻ പറ്റുള്ളൂ. ഊട്ടിയിൽ നിന്ന് നമ്മൾ ഇറങ്ങുന്ന വഴിക്ക് ചോക്ലേറ്റ് ഫാക്ടറി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വരുമ്പോഴൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ ചോക്ലേറ്റ്സ് വാങ്ങുക. അപ്പോൾ എല്ലാവരുടെ വീട്ടിലേക്കും വേണ്ട ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിയിട്ട് നമ്മൾ ടീ പ്ലാന്റേഷനൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. പിന്നെ നമ്മൾ വയനാട് എത്തിയപ്പോഴേക്കും ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ പിന്നെ പോയത്. അപ്പോൾ ഈ ഊട്ടി വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.